വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല, വെറുതെ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ജസ്റ്റ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് വന്ന ലേഡീസ് സെൻ്ററിലാണ്. ഞാൻ 2 വളയും ഒരു മാലയും 2-3 ജോഡി കമ്മലൊക്കെ എടുത്തു. എനിക്ക് ഗോൾഡ് യൂസ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് വെഡ്ഡിങ്ങിന് വാങ്ങിച്ച ഹെവി ആയിട്ടുള്ള ജ്വല്ലറീസ് എല്ലാം, മാലയായാലും വളയായാലും. അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ട് പുറത്തുനിന്നല്ല, ചെറിയൊരു ഫംഗ്ഷന് പോലും ഇറങ്ങാൻ എനിക്കിഷ്ടമല്ല. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ചെറിയൊരു കടയാണ്, എന്നാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നെയിൽ പോളിഷ് ആയാലും കമ്മലായാലും മാലയായാലും ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. റീസണബിൾ പ്രൈസുമാണ്. കുട്ടി അവൾ ഭയങ്കര വഴക്കെന്നല്ല, അവിടെയുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് ലാസ്റ്റ് അതിൻ്റെ ഓണറായിട്ടുള്ള ചേച്ചി അവളെ എടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അവൾക്കൊരു മഞ്ചൊക്കെ കൊടുത്തു. അങ്ങനെ അവളെ ഒന്ന് സെറ്റാക്കി ഇരുത്തിയേക്കാം. ഞാനപ്പം എനിക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് ജസ്റ്റ് അവിടുത്തെ കളക്ഷൻസൊക്കെ ഒന്ന് കാണിക്കാനാണ്. ഇവിടുത്തെ ചേച്ചീനെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബർ ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ പോയത് എനിക്കൊരു ബാഗ് വാങ്ങിക്കാനാണ്. 1 സൈഡ് ഇരുന്ന ബാഗ് ഇപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവള് ഫുൾ ടൈം ഓട്ടോ ആയതുകൊണ്ട് ഇവളുടെ പുറകെ ഓടുമ്പോൾ ആ ബാഗ് ഇങ്ങനെ ഊർന്നു പോകും. ബാക്ക് ആണെങ്കിൽ അതെനിക്ക് കുഴപ്പമില്ല, പുറകിൽ അങ്ങനെ കിടന്നോളും, താഴത്ത് വീണ് പോകില്ലല്ലോ. അപ്പം അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. ഇവിടെ ഞാൻ പണ്ട് മുതലേ വാങ്ങിക്കുന്നൊരു കടയാണ്, പണ്ട് മുതലേ ഉള്ള കടയാണ്. അപ്പം ചെരുപ്പിൻ്റെയും ബാഗിൻ്റെയൊക്കെ കടയാണ്. അവളെല്ലാ ബാഗും ചെരുപ്പൊക്കെ നോക്കി നടക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അമ്മ സോവനിലാണ് കയറിയത്. അവൾ ഫുള്ള് എന്താ പറയുക, വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. എൻ്റെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. മെയിനായിട്ട് ആ ചോക്ലേറ്റ് ഷേക്ക് കണ്ടിട്ടാണ്. അപ്പോൾ ഞാനൊരു പപ്സിൻ്റെ ചെറിയ പീസൊക്കെ കൊടുത്തു, അതൊക്കെ കളഞ്ഞു. തൊട്ടടുത്തൊരു ഫാമിലി ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ചെറിയൊരു 3 മന്ത് ഏജുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടീനെ കണ്ടിട്ട് ഇവൾ ആ കുട്ടിയുടെ പുറകെയായിരുന്നു. പിന്നെ ആ ചേച്ചിയൊക്കെ ഇവളെ വന്ന് കുറേ നേരം ആ കൊച്ചിനെ വെച്ചിട്ട് കളിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ വന്നത് റിലയൻസിലാണ്, ട്രെൻഡ്സിലാണ്. ഞങ്ങൾ 2-3 ടോപ്പൊക്കെ എടുത്തു. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. 399 499 ഒക്കെ ഓഫറിലുള്ള ടോപ്സൊക്കെ കുഴപ്പമില്ല, നല്ലതാണ് യൂസ് ചെയ്യാൻ. ഒത്തിരി ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ചൂടത്ത് നല്ലതാണ്. പിന്നെ ഞങ്ങൾ വന്നത് ബിസ്മിയിലാണ്. മെയിനായിട്ടും ഒരു ഗ്യാസിൻ്റെ അടുപ്പ് വാങ്ങിക്കണമായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഹസ്ബൻഡ് വിളിച്ചു, പോവാം, ടൈമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ആ ഗ്യാസിൻ്റെ അടുപ്പ് മാത്രം ഇങ്ങനെ നോക്കിയിട്ട് അത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ കൊച്ചിന് 1-2 സ്നാക്സ്, എന്നിട്ട് അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി. ഇത് അവിടുത്തെ സെയിൽസിലുള്ള ചേച്ചി എന്താണ് വേണ്ടത്, ഏത് കമ്പനിയുടെയാണ് വേണ്ടത്, അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ പറഞ്ഞു തരികയാണ് ഞങ്ങൾക്ക്. വീട്ടിൽ സ്റ്റീലിൻ്റെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഈ ഒരു മോഡലാക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് റേറ്റിനൊന്നും വാങ്ങിയില്ല, നോർമൽ റേറ്റിൻ്റെ വാങ്ങിയത്. പക്ഷേ എന്നെ വീട്ടിൽ ചെന്നപ്പോൾ ഹസ്ബൻഡ് വഴക്ക് പറഞ്ഞു, കുറച്ചും കൂടെ നല്ല പ്രൈസിലുള്ളത് വാങ്ങിക്കായിരുന്നില്ല എന്ന് ചോദിച്ചിട്ട്. ഞാൻ മീൻ ചെയ്തത് എല്ലാത്തിനും 2 വർഷത്തെ വാറൻ്റിയാണ്. അപ്പോൾ ഏത് വാങ്ങിച്ചാലും 2 വർഷം വരെ ഇല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ബേസിക് എമൗണ്ടിൽ ഉള്ളത് വാങ്ങി. പിന്നെ ഞാൻ നോക്കിയത് കുട്ടിയുടെ സ്നാഗിൻ്റെ പ്രൈസാണ്. ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പം പ്രൈസ് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം പ്രൈസ് കുറവാണെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പ്രൈസ് നല്ല കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ക്രൈയിൽ തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു.
എൻ്റെ വ്ളോഗാണ് ഇത്. നിങ്ങളിപ്പോൾ കണ്ടത് എന്നെ എൻ്റെ വീഡിയോയിന് പുച്ഛിക്കുന്ന എൻ്റെ അനിയനെയാണ്. നോക്കിക്കോടാ, ഞാൻ ഒരു കാലത്ത് വലിയൊരു യൂട്യൂബർ ആവും. വലിയ യൂട്യൂബർ ആയില്ലെങ്കിൽ അത്യാവശ്യം എഡിറ്റ് ചെയ്യാനെങ്കിലും ഞാൻ പഠിക്കും. ഹസ്ബൻഡ് അത് ഫിറ്റ് ചെയ്യാണ്. പഴയതിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും പുതിയത് ഇങ്ങനത്തെ ഒരെണ്ണം മേടിക്കണമെന്ന് വിചാരിച്ചു. 3:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. വരുന്ന വഴിക്ക് പാലായിൽ നിന്ന് ശരവണ ഭവനിൽ നിന്ന് മസാല ദോശ വാങ്ങിച്ചു. മഷ്റൂം മസാല ദോശയാണ് വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഉണക്കമീൻ വാങ്ങിക്കാൻ വേണ്ടി കയറി. പച്ചമീൻ വാങ്ങിക്കേണ്ട, കഴിച്ച് മടുത്തു എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് ഉണക്കമീൻ വാങ്ങിക്കാൻ വേണ്ടി കയറി. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് മീനൊക്കെ എടുത്ത് വീഡിയോ എടുക്കുകയാണ്. ഇത് സ്രാവാണ് വാങ്ങിയത്, 1 കിലോ സ്രാവ്. പിന്നെ വന്ന വഴിക്ക് ഞങ്ങൾ കടത്തുരുത്തിയിൽ നിന്ന് കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ ഉണ്ടാക്കുന്ന പബ്ലിക്കായിട്ട് നിന്നിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. ചിപ്സ് വാങ്ങിച്ചു, പപ്പട പൊടി വാങ്ങിച്ചു. പിന്നെ ഇതിൻ്റെ പേരെന്തായിരുന്നു, എന്തോ ഒരു പേര്. പിന്നെ മിച്ചർ വാങ്ങിച്ചു. എനിക്ക് മിച്ചർ ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ അകത്തെ കറുത്ത സാധനം ഭയങ്കര ഇഷ്ടം. പിന്നെ ചക്ക വറുത്തത്, ഇത് എൻ്റെ ഫേവറേറ്റാണ്. പിന്നെ അലുവ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അലുവ കാണുന്നില്ല, അലുവ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ ഫുഡ് കഴിക്കാണ്. അതിനുശേഷം എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് എൻ്റെ വീഡിയോ എഡിറ്റിങ്ങൊക്കെ. അപ്പം പിന്നെ സൗണ്ടൊന്നും ഉണ്ടാവില്ലല്ലോ. കുട്ടി ഉറങ്ങിക്കഴിയുമ്പോൾ ഒട്ടും സൗണ്ട് ഉണ്ടാവില്ല. ഞാൻ വാങ്ങിയ എൻ്റെ ബാഗ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുകയാണ്. പിന്നെ ഞാൻ റിലയൻസിൽ നിന്ന് 3 ടോപ്പ് വാങ്ങി. അതിലൊരെണ്ണം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചു, ബാക്കി 2 എണ്ണമാണിത്. ഒരാൾ അവൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. സമയം എനിക്ക് തോന്നുന്നൊരു 1:30-2 മണി ആവാറായിട്ടുണ്ടാവും. അപ്പം രാത്രിയിലാണ് എപ്പോഴും ഞാൻ എഡിറ്റിങ് പരിപാടിയൊക്കെ, അപ്പം നോയ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഓക്കെ, എൻ്റെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ബൈ ബൈ.